ഇന്ന് നമുക്കൊരു കൊടവരിക്ക ഉപ്പേരി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലികളെല്ലാം ചെത്തിക്കൊടുക്കാം. അപ്പം ഇവിടെ ഇങ്ങനെ കൊടവരിക്ക അങ്ങനെയെല്ലാം പറയാം, ചില സ്ഥലത്ത് നരമ്പൻ ടീച്ചിങ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലോണം കഴുകിയെടുക്കാം. നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ കൊടവരിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുങ്ങനെ മുറിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകിടാം. ഇത് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കൊടവരിക്ക ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഞാൻ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് തനിയെ ഇങ്ങനെ വെള്ളം വരും. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കൊടവരിക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്.